അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് ഭാരതീയ കൃതികളിൽ, ഭാരതീയ പുരാണങ്ങള്, ഇതിഹാസങ്ങള് ഒക്കെ ഉള്ള പരമ്പരയിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് രാമായണം. ലോകത്ത് നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കൃതി കൂടെയാണ് രാമായണം. രാമായണത്തിന്റെ വലിയൊരു പ്രത്യേകത, രാമായണം പല രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു. രാമായണം പല രീതിയിൽ മനുഷ്യരിലേക്ക് എത്തി. ഇവിടെ കേരളത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ മാപ്പിള രാമായണം എന്നുള്ളൊരു വിഭാഗം പോലും ഉണ്ടായി എന്നുള്ളതാണ്. കാരണം അത്രമേൽ രാമായണം മനുഷ്യന് മേൽ സ്വാധീനം ചെലുത്തി എന്നാണ് അതിനർത്ഥം. ആ ഒരു ക്ലാസിക് കൃതിയായിട്ട് അത് നിലനിൽക്കുന്നു. അതിൽ മാപ്പിള രാമായണത്തിൽ പറയുന്നത്, പണ്ടു താടിക്കാരനൗലേ പാടി വന്നൊരു പാട്ട് കണ്ടതല്ലേ നമ്മളി രാമായണം കഥ പാട്ട്. മനോഹരമായ മാപ്പിള ശീലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് രാമായണത്തെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ രാമായണത്തിന്റെ കഥ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. അറബിയിലേക്ക്, അങ്ങനെ നിരവധി, ലോകത്തിലെ നിരവധി ഭാഷകളിലേക്കെല്ലാം രാമായണം എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വാൽമീകി രാമായണം എന്ന കൊളാടി ഗോവിന്ദൻകുട്ടിയുടെ ഒരു കൃതിയാണ് രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്നത്.